കൂർഗിന്റെ കാഴ്ചകളുമായി മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇപ്രാവശ്യം കാണാൻ വന്നിട്ടുള്ളത് മടിക്കേരി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. മടിക്കേരി ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയിട്ടുള്ള അബ്ബെ ഫാൾസ് എന്ന് പറയുന്ന വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അബ്ബെ ഫാൾസിന്റെ എൻട്രി പോയിന്റ് ആണിത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ടിക്കറ്റിന് പെർ ഹെഡ് 10 രൂപയാണ് ടിക്കറ്റിന് ഈടാക്കുന്നുള്ളത്. അത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ബസ്സിനും അങ്ങനെ വലിയ വണ്ടികൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ മുകളിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് താഴേക്ക് വരണം. ബാക്കിയുള്ള വണ്ടികളും ഇവിടെ താഴെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ബൈക്കിന് വരുന്നത് 10 രൂപയാണ് പാർക്കിംഗ് ഫീസ്. കൂടാതെ അതിന് മുകളിലുള്ള വണ്ടികൾക്ക് 4 വീലറിന് 30 രൂപ, അങ്ങനെ വണ്ടികൾക്ക് പാർക്കിംഗ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം 300 മീറ്റർ നമുക്ക് ഉള്ളിലേക്ക് മാറിയിട്ട് വേണം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാപ്പി തോട്ടത്തിനിടയിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ 2 സൈഡും മറച്ചിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല, കാരണം അത് പ്രൈവറ്റ് തോട്ടമാണെന്ന് തോന്നുന്നുണ്ട്. നടന്ന് ദൂരത്തുനിന്ന് തന്നെ നമുക്ക് അബ്ബെ ഫാൾസിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. കുറേ പ്രദേശത്തു നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് അബ്ബെ ഫാൾസ് കാണുന്നുണ്ട്. വളരെ കാലം മുമ്പ് വരെ ഇവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വല്ല അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമായിരിക്കണം ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. കൂടാതെ ഒരു പ്രത്യേക സ്ഥലം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ളൊരു സജ്ജീകരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെയുള്ള ഈ സ്ഥലമായിരുന്നു വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു. ഇപ്പോൾ അപ്പുറത്ത് ഒരു ഹൈറ്റ് കൂടിയിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോട്ടബെട്ട എന്ന് പറയുന്നൊരു ഹിൽ സ്റ്റേഷനാണ്. മടിക്കേരി ടൗണിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുള്ളത്. മടിക്കേരി ടൗണിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ മാറിയിട്ടാണ് കോട്ടബെട്ട സ്ഥിതി ചെയ്യുന്നുള്ളത്. വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ തികച്ചും ഒറ്റപ്പെട്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അറിഞ്ഞ് വരുന്ന ചില ആൾക്കാർ മാത്രമേ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. മുൻകാലങ്ങളിൽ ഇവിടേക്കുള്ള എൻട്രിക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തികച്ചും ഇങ്ങോട്ട് ഫ്രീ ആയിട്ടാണ് അലോ ചെയ്യുന്നുള്ളത്. കാരണം അങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ കൂടാതെ ഇവിടെ മടിക്കേരിയിലെ തന്നെ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ 3ാമത്തെ ഹയസ്റ്റ് പീക്കാണ് കോട്ടബെട്ട എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷൻ. അത്രയും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത്. എന്തായാലും മസ്റ്റ്, അതായത് മടിക്കേരി വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കോട്ടബെട്ട. കോട്ടബെട്ടയുടെ അതിമനോഹരമായ വ്യൂ ആണ് നമ്മൾ ഇങ്ങനെ കാണുന്നുള്ളത്. നല്ല മൂടൽമഞ്ഞായതുകൊണ്ട് നമുക്ക് ആ പാറ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയ ശേഷം ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുന്നത് ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് കുറച്ച് ഏരിയ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവരിവിടെ പരിപാലിച്ചു പോകുന്നത്. ശിവനെ ആണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട് പറയുന്ന ഐതിഹ്യം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാർ അവരുടെ വനവാസക്കാലത്ത് ഈ ഭാഗത്തായി താമസിക്കുകയും അങ്ങനെ കുറേ കാലം ഇവിടെ താമസിച്ച് ഇവിടെ ഒരു ശിവനെ സങ്കല്പിച്ച ഒരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇവിടെ പൂജയൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അവിടെ പുഷ്പങ്ങളും അങ്ങനെയുള്ള തിരികളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. പൂജയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ഷേത്രമാണിത്.
ഇവിടെ ചെറിയൊരു ഗുഹ പോലെയുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് അകത്തേക്ക് ഇങ്ങനെ ഇതിലേ കൂടി പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം പലരും ശ്രമിച്ച് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്ക് ഇവിടുന്ന് നോക്കിയാലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അധികം പോകാൻ പോയില്ല. നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ മുകളിലേക്കുള്ള ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഈ വലിയ പാറ കഷ്ണങ്ങളൊക്കെ മുകളിൽ നിന്ന് ഇളകി വീണ രീതിയിലാണ് ഉള്ളത്. കാരണം മുന്നേ പണ്ട് ഇളകി വീണ പാറകളായിരിക്കും ഇതൊക്കെ. മുകളിൽ നിന്ന് അങ്ങനെ ഒരു പീസ് തന്നെ ഇളകി വന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. നല്ല കാറ്റാണ് ഇവിടെ അടിക്കുന്നുള്ളത്. നല്ല കാറ്റടിച്ച് വീശുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പും എല്ലാം ഉണ്ട്. അതായത് ശരിക്കും ഇവിടുന്ന് ഇളകി വീണതാണ്. മുകളിൽ നിന്ന് ഇളകി ഇവിടെ നിരങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയം തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉയരം. എന്നാൽ കുത്തനെയുള്ളൊരു പാറയാണ്. ചില പീസുകൾ ഇളകാൻ വേണ്ടിയുള്ള പോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല റിസ്ക് കൂടിയ ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മഞ്ഞില്ലാത്ത സമയത്ത് ഇവിടെ വലിയ ദൂരെ വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല വിശാലമായ സ്ഥലമാണ് ഇവിടുന്ന് ചുറ്റുമുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു പാറക്കെട്ടാണിത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ കോട്ടവെട്ടയുടെ കുറേ കാഴ്ചകൾ നമ്മൾ ഇവിടുന്ന് കണ്ട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇവിടേക്ക് മടിക്കേരി വരുന്നവർ ഇവിടെ ഈ കോട്ടവെട്ട എന്ന് പറയുന്ന സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫ്രീ ആണ്. ഇപ്പോൾ എൻട്രി പാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടേക്ക് ആർക്ക് വേണമെങ്കിലും വരാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മടിക്കേരിയിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.